കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കഥയല്ല കേട്ടോ, എൻ്റെ കഥ തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ വളരെ ഇഷ്ടമുള്ളൊരു ഒരു കാലഘട്ടമാണ് അത് കേട്ടോ, എൻ്റെ ചെറുപ്പകാലം. കാരണം കുറേ വികൃതികളും കുറുമ്പുകളും വാശികളും കുറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തൊരു കാലമാണ്. അപ്പോൾ അതിൽ മെയിൻ കഥാപാത്രങ്ങൾ ഞാനും അതുപോലെ തന്നെ എൻ്റെ അനിയനും അനിയത്തിയാണ്. ഞങ്ങൾ മൂന്നാളുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല വാശിയും ദേഷ്യവും കുറുമ്പൊക്കെ ഉള്ളൊരു ടീം തന്നെയായിരുന്നു ഞാനും. അപ്പം അങ്ങനെ ഒരു ദിവസം വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകും. രാവിലെ പണിക്ക് പോവും, പിന്നെ രാത്രി വൈകുന്നേരം 5 മണിക്കൊക്കെ പണി കയറി വരിക. അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയി. ഓലെ ശരിക്കും നോക്കുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയി. പോയപ്പോൾ തന്നെ പറഞ്ഞു വഴക്കൊന്നും കൂടരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ പിന്നെ അതന്നെ ചെയ്യുള്ളൂ. കാരണം മൂത്തത് ഞാനല്ലേ, അപ്പം എന്തായാലും താഴെല്ലാവർക്കും നല്ലോണം കിട്ടും, സ്വാഭാവികമാണില്ലേ. അപ്പം അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പോയി. 3 പേരെ നോക്കേണ്ട ചുമതല എനിക്കായി. അപ്പം ഞാൻ നല്ല പോലെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ, അതിലൊന്നും കുറവില്ല, നല്ല പോലെ നോക്കി. അങ്ങനെ കുളിക്കാനൊക്കെ കൊണ്ടുപോയി. എൻ്റെ ഒരനിയത്തിയും ഒരനിയനാണ് പോകുന്നത്. വലിയ അനിയന് എന്തോ ഭാഗ്യത്തിന് അതിൽ പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ പോയി എല്ലാവരും കൂടെ. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള 2-3 വീട്ടിലത്തെ ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ കുളിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ 3 കുറേ ടീം ആൾക്കാരൊക്കെ കൂടി കുളത്തിലേക്ക് കുളിക്കാൻ പോയി. ഒരു റബ്ബറൊക്കെ കടന്ന് പിന്നെ ഒരു കൈങ്ങുന്തോപ്പ് കൂടെ വേണം കുളത്തേക്ക് വരാൻ. കുളം അത്യാവശ്യം നല്ല വലിയ കുളമാണ്. വെള്ളത്തിൽ അത്യാവശ്യം നല്ലതിൽ ചാടാതെക്കാൻ വേണ്ടിയിട്ട് ആ കുളത്തിൻ്റെ ഉടമ തന്നെ എന്ത് ചെയ്തു, അതിൽ ഈ മുളല്ലേ, മുളേൻ്റെ ഇല്ലിക്കമ്പൊക്കെ കൊടുന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പം എന്താ നല്ലോണം ചാടി കലക്കും. അന്നത്തെ ആ ടീമുകൾക്കൊന്നും അങ്ങനെ കുളത്തിൽ ചാടണത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ചാടാതാക്കാൻ വേണ്ടിയിട്ട് പോലും എന്ത് ചെയ്യും, അതിൽ മുളേൻ്റെ ഇതൊക്കെ കൊടുന്നിട്ടു. കുയിന്തന്മാരാണ്. പക്ഷെ എന്നാലും കുറച്ച് ഭാഗം മാത്രം, ഇനി കുളിക്കുന്ന ആ ഒരു ഭാഗം മാത്രം അവർ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ എന്തായാലും ഞങ്ങളെല്ലാവരും കുളിക്കാൻ പോയി. അങ്ങനെ ഞാൻ അലക്കണേൻ്റെ ആ ഒരു ഇതിൽ ഇവരെന്ത് ചെയ്തു, അവിടെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ നല്ലോണം ചാടുകയാണ്. നല്ല ഒഴുക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വെള്ളം വേഗം കലങ്ങും. അങ്ങനെ കലങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും ഒലുമ്പാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ മറ്റു ആൾക്കാരും കൂടെ മറ്റമ്മമാരൊക്കെ പറഞ്ഞു, എന്താണ് ഓരോട് പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല, ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട്, ഒരിങ്ങനെ പറയല്ലേ, ചീത്ത അറിയല്ലേ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനവിടെ ചെന്ന് കുളത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാൻ 2 ആൾക്കാരെ വെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ താഴ്ത്തി ഞാൻ കുറേ നേരം അങ്ങനെ പിടിച്ചു നിന്നു. അതിൽ പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാൻ കൈ വിട്ടുകിട്ടു. അപ്പോൾ 2 ആളും പൊങ്ങി വന്നു. അപ്പോൾ പൊങ്ങി വന്നപ്പോൾ തന്നെ 2 ആളും കൊണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഞാൻ താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. 2 ആളും വടിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ കൊലപാതകയായിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ആളും കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു, അച്ഛനും അമ്മയും വരട്ടെ, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ ആയിരുന്നു. അതൊക്കെ അങ്ങനെ. അപ്പോൾ അത് കേട്ടപ്പോൾ പേടിയായിട്ടോ. പിന്നെ അച്ഛനമ്മ വരുമ്പോക്കിന് ഭഗവാനെ എന്ത് ചെയ്യും, പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ വരട്ടെ അമ്മ വരട്ടെ പറഞ്ഞു കൊടുക്കും, ചേച്ചിക്ക് നടിയിട്ടും ചീത്തട്ടും എന്നൊക്കെ പറഞ്ഞു. അതിൽ പിന്നെ അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാനൊരു ഭാഗത്തിരുന്ന് കരയിൽ തുടങ്ങി. ഫസ്റ്റ് തന്നെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനൊന്നും ചെയ്യൂല. അപ്പം പിന്നെ ഞാൻ വേഗം കരയിൽ തുടങ്ങി ഒരു മൂലയിൽ. അങ്ങനെ അതെന്തോ ഇതിൽ അങ്ങനെ കോംപ്രമൈസ് ആയി കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അച്ഛനമ്മ പണിക്ക് പോവാണ്. പണിക്ക് പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇനി ഞങ്ങൾ പണിയേറി വരുമ്പോക്കിന് എൻ്റെ 3 കുട്ടികളെ ഇത് കൊല്ലരുത് കേട്ടോ, എൻ്റെ മുന്നിൽ കൈക്കോട്ടും കത്തിയൊന്നും വെച്ച് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വരുമ്പോക്കിന് ഞങ്ങളെ 3 കുട്ടികളെ ഇത് കൊന്നിട്ടുണ്ടാവും പറഞ്ഞു. അത് ശരിയാണ്, കുളത്തിൽ മുക്കിയതല്ലേ. അപ്പം പിന്നെ ആ ഒരു ഇതുകൊണ്ട് പറയാണ് അച്ഛനും അമ്മയും. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ അല്ലാതെ മിസ് ചെയ്യണതൊക്കെ ഓരോ പൊട്ടത്തരങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കഥ.